ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിക്സഡ് സ്റ്റ്യൂ ആണ്. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ സ്റ്റ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 ഇഞ്ച് കഷ്ണത്തിലുള്ള ഒരു ഇഞ്ചിയുടെ പീസും കൂടി നന്നായി ചതച്ചിട്ട് ആദ്യം നമുക്ക് ഈ ഓയിലിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 2 പച്ചമുളക് നടുകീറിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളി അല്ലെങ്കിൽ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഉള്ളി ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റും പിന്നെ പൊട്ടേറ്റോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരറ്റും പൊട്ടേറ്റോ ഇതുപോലെ ചെറിയ കഷ്ണം ആക്കരുത്, എന്നാൽ വലിയ പീസും ആക്കരുത്. ഒരു മീഡിയം സൈസിൽ ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു പൊട്ടേറ്റോയും ഒരു ക്യാരറ്റും എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം, ബീൻസൊക്കെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ. ഇനി ഇതിലോട്ട് ഒരു 100 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിത് ബോൺലെസ് പീസ് ഇതുപോലെ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ ആണെങ്കിലും ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. അധികം വേണ്ട, പച്ചക്കറിയുടെ ആ ഒരു അളവിൽ തന്നെ നമുക്ക് മതി ചിക്കൻ, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലോട്ട്. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ മതി, അധികം ആവരുത്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്. അപ്പോൾ ഈ ഗരം മസാല ഞാൻ വീട്ടിലുണ്ടാക്കിയ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാല യൂസ് ചെയ്യാൻ നോക്കുക. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന് ഒരു വേറെ ടേസ്റ്റാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ടേസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഗരം മസാലയ്ക്ക് കിട്ടില്ല. കാരണം കുറച്ചും കൂടി ഒരു കുത്തൽ വരും അത് വാങ്ങിക്കുമ്പോൾ. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മസാലപ്പൊടികളും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇത് ഞാൻ പ്രഷർ കുക്കറിലോട്ട് മാറ്റിയിട്ടാണ് കേട്ടോ ഇത് വേവിക്കാൻ പോണത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലൊരു പാനിലെടുത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ പ്രഷർ കുക്കറിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ പ്രഷർ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉടയണ്ട കേട്ടോ, പീസൊന്നും നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനും പൊട്ടേറ്റോ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിത് പാനിലോട്ട് തന്നെ മാറ്റുകയാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പാനിൽ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് പ്രഷർ കുക്കറിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഞാനത് വീണ്ടും വീണ്ടും പറയുകയാണ്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ്. അപ്പോൾ 1/4 പാൽ ചേർത്ത് കൊടുക്കുക, ഒരു 1/2 കപ്പ്. ഇനി നിങ്ങൾ കോക്കനട്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. രണ്ടും ഏകദേശം കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവാറ്. അപ്പോൾ നമുക്ക് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്യുക. ഇനി ലാസ്റ്റായിട്ട് 2 ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ലാസ്റ്റ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു നുള്ള് ഗരം മസാല, ഒരു നുള്ളെന്ന് വെച്ചാൽ കയ്യിൽ എടുത്തിട്ട് തന്നെ ഒരു നുള്ളെടുത്ത് ഒന്ന് അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അപ്പം തന്നെ ക്ലോസ് ചെയ്യുക. ആ ഒരു മണമൊക്കെ അതിലോട്ട് ആ കറിയിലോട്ട് വരും. ആ ഒരു ഫ്ലേവർ ആ ലാസ്റ്റ് ചേർക്കുന്ന സമയത്ത് ആ കറിക്കൊരു പ്രത്യേക മണവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അപ്പം തന്നെ അടച്ച് വെക്കുക.
എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി മല്ലിയില ഇട്ട് കൊടുക്കുക ഈ സമയത്ത്. അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഓപ്പൺ ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. മിക്സഡ് സ്റ്റ്യൂ നല്ല ഈസി അല്ലേ ഉണ്ടാക്കാൻ. കുറച്ചേ ഉള്ളൂ പണിയൊക്കെ, കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, നൂൽപുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്